ഞാന് ഈ കോന്നി വകയാറുള്ളതാണ്. അവിടെ ഈ കുളത്തിങ്കൽ ഒരു റേത്ത് പള്ളിയുണ്ട്. അതിന്റെ വകയാർ ഒരു സെന്റ് തോമസ് സ്കൂളിലെ ഒരു അധ്യാപകൻ ടി ഡി തോമസ് സാറിന്റെ വീട്ടിലെ തെങ്ങ കയറുന്ന സമയത്ത് അല്ല ഈ കുരുമുളക് ചക്കയൂസ് മരത്തിൽ കയറിയിരുന്ന പോലെ ഈ കുരുമുളക് 5-6 ശിഖരങ്ങളുള്ള കൊന്നമരമാണ്. അതിന്റെ കുരുമുളക് പിച്ചി ചാക്കിലിട്ടോണ്ടിരുന്നപ്പോ പള്ളിയിലെ കുർബാനപ്പാട്ടും ഈ പ്രാർത്ഥനയൊക്കെ കേട്ടപ്പോ എങ്ങനെയാ പരിശുദ്ധാത്മാവ് തലയിൽ കയറിയത്. പരിശുദ്ധാത്മാവിന്റെ ഈ സ്പർശനമില്ലാതെ വചനമൊന്നും പറയാൻ കിട്ടില്ല. അതുകൊണ്ട് ഞാന് വേറെ ഒരു സൂത്രം കൊണ്ട് നടക്കും. ഈ ബസ്സിലുണ്ടല്ലോ ഒരു മരുസമയത്ത് ഒരു വീട്ടിൽ തന്നതാണ്. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ടൈറ്റാനിക് സിനിമയില്ലേ, ഒരു കപ്പല് മഞ്ഞുകെട്ടായി ചെന്ന് ഇടിച്ചിട്ട് 2ആയിട്ട് ഒടിഞ്ഞിട്ട് 158 യാത്രക്കാരിൽ ഒരു സ്ത്രീ ആ കപ്പലിന്റെ ഡോറെ കിടക്കുക മഞ്ഞായിട്ട്. അപ്പൊ അവര് വിസിലടിക്കും. അങ്ങനെ ആൾക്കാർ അറിയുന്നത്. അതൊക്കെ ഒരു ജനറൽ നോളജിയാ. അപ്പൊ ഈ ഇത് മഴ നനയാതിരിക്കാൻ നാൾക്കൊരു വീട്ടിൽ തന്നതാ. വിസിൽ പറഞ്ഞ് അതിന്റെ കൂടെ ഉള്ളതാ. അല്ല ഇത് മഴ കഴിയുമ്പോ കളയും. വിസിലിപ്പോ ഓളിങ് വല്ല് ഈ വീടിന് സിറ്റ് ഔട്ടിനകത്താണെങ്കിൽ ചെരുപ്പ് പോരാതെ എനിക്ക് കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ വിസിലടിക്കും. അപ്പൊ അവരിറങ്ങി വരും. ജീവന്റെ പുസ്തകത്തില് പേര് എഴുതി കാണാത്തവനെ തീപ്പൊയ്കയിലെടുത്ത് എറിയും. ഒരു കണക്ക് പറയുന്ന ദിവസം വരുമല്ലോ, അവസാന ദിവസം. അപ്പൊ എല്ലാരും വിചാരിക്കും, ചിലവര് പറയും സങ്കടം വരുമ്പോഴേ എന്റെ കർത്താവ് എന്നെ അങ്ങ് എടുത്തോണേ, ഇതോടുകൂടി കഴിഞ്ഞെന്നാ വിചാരിക്കുന്നത്. നല്ല പ്രവൃത്തി ചെയ്തവർ സ്വർഗത്തിൽ പോകും, തിന്മ ചെയ്തവൻ നരകത്തിൽ കിടക്കും. ലാസറിന്റെ നനവാന്റെ മതിനം അറിയാവോ? അതറിയാം. അറിയാവോ? അവസാനം പാവപ്പെട്ട ലാസർ അബ്രഹാം ദൈവത്തിന്റെ മടിയിലായി. ഊർത്തൂത്തരം ഓടീജന്റെ മോനായിരുന്നു. പന്നിക്കൂട്ടി കിടന്നിട്ട് അവന് തിക്കും തിരക്കുമായിട്ട് തവിട് പോലും കിട്ടി. അപ്പോഴാണ് അവൻ വിചാരിക്കുന്നത്, എന്റെ വീട്ടിൽ എത്രയോ ദാസന്മാർ എത്രയോ നല്ല ഭക്ഷണം കഴിക്കുന്നു, നല്ല വസ്ത്രം കൊടുക്കുന്നു, മുഷിഞ്ഞ വേഷത്തോട് ചെന്നിട്ട് എന്നെ ഒരു ദാസനായിട്ട് സ്വീകരിച്ചാൽ മതിയെന്ന് പറയാനായിരുന്നു അവന്റെ മനസ്സിലെ പദ്ധതി. അവന്റെ പിതാവ് അവനെ ഒരുപാട് അകലെയെന്നും മുഷിഞ്ഞ വേഷത്തിൽ കണ്ടപ്പോഴേ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് വെല്ല കിടന്ന് മോതിരം അവനെ അണയിച്ചു. എന്നിട്ട് അവന്റെ സഹോദരന്റെ കാളക്കുട്ടിയെ ഇന്നലെ കറുകച്ചാലിലൊരു പീടികയുടെ തിണക്കാ കിടന്നത്. മിനിഞ്ഞാന്ന് മല്ലപ്പള്ളിയിലാണ്. ഞാൻ ഓരോ ദിവസം ഓരോ വഴിക്ക് പോകും. പോലീസ് വന്നാലും എന്റെ ഐഡന്റി കാർഡ്, ആധാർ കാർഡ്, റേഷൻ കാർഡിന്റെ ഫോട്ടോ കോപ്പി, എന്റെ വാർഡ് മെമ്പറുടെ ലെറ്റർ പേഡ്, സുഖമില്ലാത്ത ആളാ, സഹായത്തിന് അർഹതപ്പെട്ടതാണ്. പിന്നെ കാലിന്റെ ഇതൊക്കെ കാണുമ്പോ അവർക്ക് പോലും എന്നെ വേണ്ട. കുടിലിൽ കൽത്തൊട്ടിയിൽ മറിയത്തിൻ പൊന്മകനാ പണ്ടൊരു നാൾ ദൈവസുതൻ പിറന്നതിനോർമദിനം ദൈവം പിറക്കുന്നു മനുഷ്യനെ ബെത്ലേഹേമിൽ മഞ്ഞു പെയ്യുന്ന മലർമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യും മധുര മനോഹര ഗാനം. പകലോനു മുൻപു പിതാവിന്റെ കത്തിലെ ഏകസൂനുവാം ഉദയ സൂര്യൻ പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. പാടിയാർക്കൂ വീണമീട്ടു ദൈവത്തിൻ ദാസരെ ഒന്നു ചേരൂ. ദൈവം പിറക്കുന്നു മനുഷ്യന ബെത്ലേഹേമിൽ മഞ്ഞു പെയ്യുന്ന മലർമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സ്തുതിയാന്നാണ്. യഹൂദന്മാരുടെ രാജാവേ നീ പിറന്ന നാൾ സന്തോഷനാൾ. പ്രഭുക്കന്മാരുടെ പ്രഭുവായി നീ ത്യാഗം ചെയ്തത് പുൽക്കൂട്ടിൽ കുസുമാവല്ലരികൾ കുസുമാവല്ലരികൾ കാട്ടിലാടി കുയിലുകൾ കൂകു രഥം മുഴക്കി
ദൂതവൃന്ദങ്ങൾ ആഹാ ആശ്ചര്യമോടെ കർത്താവേ കർത്തനെ വാഴ്ത്തിപ്പാടി. ജഗൂതന്മാരുടെ ജഗൂതൻ എന്ന് പറഞ്ഞാൽ കൂടിയ ജാതിയ സമരിയാക്കാരെ 10 കുഷ്ഠരോഗികളെ സൗഖ്യപ്പെടുത്താൻ വന്ന് പറഞ്ഞപ്പം ദൈവപുത്ര നീ അങ്ങോട്ട് വരണ്ട, ജഗൂതനാ, ഞങ്ങളെ കീഴ്ജാതിക്കാരാ, സമരിയാക്കാരാ, അതുകൊണ്ട് ഇവിടെ നിന്നൊന്ന് പ്രാർത്ഥിച്ചാ മതി. അറിയാൻ കാര്യം എങ്ങനെയാ ഈശോയുടെ ഇത്ര സ്നേഹം വരാൻ? ഈശോയുടെ സ്നേഹം വരാന് നന്മയെ ചെയ്തിട്ടുള്ളൂ. ആര്? യേശുക്രിസ്തു. അതിന് ഏറ്റവും കൂടുതൽ കുരിശുമരണം ഒരുപാട് പേര്, ഞാൻ പീഡാസഹനം ഫിലിമി കണ്ട ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ കുരിശും കൊണ്ട് മറിഞ്ഞു വീഴുന്നതും പട്ടാളക്കാർ ചാട്ടവാറ് കൊണ്ട് അടിക്കുന്നതും ഒരു വെറോനിക്കെന്ന് പറഞ്ഞൊരു സ്ത്രീയെ തുവാല കൊണ്ട് മുഖം തുടയ്ക്കുന്നുണ്ട് കുരിശും കൊണ്ട് മറിഞ്ഞു വീഴുമ്പോൾ. ആ തുവാലയില് യേശുവിന്റെ രൂപം പതിയുന്നു. വചനം വല്ലതും പഠിച്ചിട്ടുണ്ടോ? ദൈവവചനം വല്ലതും അറിയോ? അതല്ലേ ഇപ്പൊ പറഞ്ഞോണ്ടിരുന്നത്. ദൈവവചനം എന്ന് പറഞ്ഞാലേ അബ്രഹാത്തിനെ 99 വയസ്സും സാറായി എന്ന് പറഞ്ഞാൽ അബ്രഹാത്തിന്റെ വൈഫിന്റെ പേരാ സാറായി. 99 വയസ്സും സാറായിക്ക് 90 വയസ്സും പ്രായമുള്ള സമയം വരെ അവർക്ക് മക്കളില്ലായിരുന്നു. അതിന്റെ ചെന്നാലും അവിടെ 4 നേരത്തെ ആഹാരവും ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുന്നതല്ല ജീവിതം. ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് കണ്ണ് കാണാൻ വയ്യാത്തവരെ കാണുമ്പോ എന്തെങ്കിലും ഞാൻ കൊടുക്കും. ഇങ്ങനെ കിട്ടുന്നതിൽ നിന്ന് നമുക്ക് 2 കണ്ണൊന്ന് അടച്ചു നോക്കിയേ. അത് ഇപ്പൊ നമുക്ക് എനിക്ക് ഈ കാലിന്റെ കുഴപ്പമേ ഉള്ളൂ. തമ്പുരാന്റെ കൃപ കൊണ്ട് വേറെ ഒരു കുഴപ്പമില്ല. കണ്ണിന് കാഴ്ചക്കുറവില്ല, കേൾവിക്കുറവുണ്ട്, അതുമില്ല. വേറെ ദൈവാധീനം, അതൊക്കെ ഒരു വലിയ ദൈവാധീനം. കന്യാസ്ത്രീയാണോ പറഞ്ഞ? ഒരു സിസ്റ്ററാണോ പറഞ്ഞ അവിടെ ഒന്ന് 4 നേരത്തെ ആഹാരം കിടക്കാൻ പറഞ്ഞേ? 3 ഫോൺ നമ്പർ തന്ന, ഒന്ന് തിരുവല്ല, ഒന്ന് പത്തനംതിട്ട, ഒന്ന് കണ്ണൂര്. എന്തിനാ എങ്ങനെ വേണമെന്ന് അലയുന്നത്? ഈ സിസ്റ്റർ നല്ല സ്നേഹം കൊണ്ട് പറഞ്ഞു. അപ്പൊ പറഞ്ഞു എനിക്ക് 100 രൂപയും തന്നു, ചായയും തന്നു, അന്ന് 2 പൂമ്പഴമൊക്കെ തന്നു ഈ സിസ്റ്റർ. ഞാൻ ഒരു മോഷണം നടത്തി. എവിടുന്നാന്നറിയാം? കൊരട്ടി മുത്തിയുടെ പള്ളിയില്ലേ, കൊരട്ടി മുത്തി പള്ളിയുണ്ട്, അവിടെ ഈ പൂവങ്കോലയാണ് നേർച്ച. 5-6 പൂവങ്കോല പഴുത്തിട്ടുമ്പോ 2-3 പഴവേ തിരിഞ്ഞ് താഴെ കിടന്നു. വിശന്നിട്ട് ഞാൻ എടുത്ത് തിന്നുപോയി. അത് തെറ്റാണോ? ഒരു തെറ്റുമില്ല, അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണം. അത് ഈശാന്റെ പറഞ്ഞ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ. ആകാശത്തിലെ പറവുകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടുന്നില്ല, അവരെ തീറ്റിപ്പോറ്റുന്നില്ലേ. ഈശോ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇന്നും ജീവനോടുണ്ട്. ഇന്നലെ ഞാനൊരു പള്ളിയിൽ പോയി. നെടുങ്കുന്നത്ത് ഇങ്ങോട്ട് വരുമ്പോഴൊരു തവളയുടെ രൂപത്തില് ഉടുപ്പിന്റെ കയ്യ്, തവളയുടെ കാല പാല് പോലെ കിടക്കുന്നത്. അവിടുന്ന് എനിക്ക് 500 രൂപയും തന്നായിരുന്നു. അച്ഛനാണോ? എന്നേക്കാൾ നിവർത്തിയില്ലാത്തവര്, രോഗങ്ങളുള്ളവരും, വീട് വെക്കാൻ കാശില്ലാത്തവര്, പെൺകുട്ടികളെ കല്യാണം കഴിച്ചുകൂടാൻ മാർഗമില്ലാത്തവര്, ഒരു നേരത്തെ കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാത്തവര്, അങ്ങനെയൊക്കെ ഉള്ളവരെ ഞാൻ കാണാറുണ്ട്. കഷ്ടം തോന്നുമല്ലേ? അന്നേരം എന്നാ തോന്നുന്നു മനസ്സിൽ? അപ്പം ഇങ്ങനെ സഹായിക്കാൻ മനസ്സുള്ളവരെ അങ്ങനെ ഉള്ളവരെ സഹായിക്കത്തുള്ളൂ. ഒരുപാടുള്ളവനൊന്നും കൊടുക്കില്ല. ലാസറിന്റെ ധനവാന്റെ വചനം നോക്കിയാൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. ധനവാന്റെ പടിവാതിക്കല്ല പാവപ്പെട്ട ലാസർ ഒരു എച്ചിലെങ്കിലും ധനവാന്റെ തീന്മേശന്ന് താഴെ വീണപ്പോൾ എടുത്ത് കഴിക്കാൻ ആഗ്രഹിച്ചപ്പോഴേ ധനവാന്റെ നായ്ക്കുട്ടി ആ എച്ചിൽ താഴെ വീണത് കഴിച്ചു. അതേ നായ്ക്കുട്ടി ഇതുപോലും അബ്രഹാത്തിന്റെ കാല് മുറിവുണ്ടായിരുന്നു. അപ്പൊ ചേട്ടനിപ്പോ തോന്നുന്നു മറ്റുള്ളവരെ സഹായിക്കണമെന്നാണോ? അവരെല്ലാം കണ്ടുപിടിക്കോ? ഞാൻ വന്നോളാം. ഞാൻ കണ്ടുപിടിക്കാം. ഈ നമ്പറിൽ വിളിച്ചോ. എല്ലാ ഞായറാഴ്ച ദിവസമാണ് ഒത്തിരി ഉപകാരം. കുർബാന കഴിഞ്ഞ് വരാം, നമുക്ക് ഒരുമിച്ച് കാറേ കയറി പോയേക്കാം കേട്ടോ. ഇപ്പോഴാണ് താങ്കൾ എനിക്ക് പൈസ തന്നത്. വല്ല വിഷം ഒന്നുമില്ലായിരുന്നു കയ്യില്. വിഷമിച്ച് വരുമായിരുന്നു. 50 രൂപ ഉള്ളായിരുന്നു കയ്യിൽ. അപ്പൊ ഈശോ എന്നോട് പറയാം, ഞങ്ങളിങ്ങനെ ജീസസ് ഫ്രണ്ട്സ് എന്ന് പറയും. ഞങ്ങൾ ഈ വഴിയോരങ്ങളിൽ അലയുന്ന ദൈവമക്കളില്ലേ, നിങ്ങളെ പോലെയുള്ള ഈശോയുടെ ദൈവമക്കളെ കണ്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അവരെ സ്നേഹിക്കുക, അവരോടൊപ്പം ഈശോയുടെ സ്നേഹത്തെ കുറിച്ച് പറയാം. ഇതാ ഞങ്ങളുടെ പരിപാടി. ജീസസ് ഫ്രണ്ട്സ് എന്ന് അറിയപ്പെടുന്നേ കേട്ടോ ഗോൾചേട്ടൻ. അപ്പൊ എപ്പോ ബുദ്ധിമുട്ട് വന്നാലും ആ നമ്പറിൽ എന്നെ വിളിക്കണം, എവിടെയാണെന്ന് വെച്ചാലും. ബുദ്ധിമുട്ടെന്ന് പറയാൻ തീർത്തും കഞ്ഞി കുടിക്കാതെ ഉറങ്ങേണ്ട സാഹചര്യം വരുന്നു. ഇപ്പൊ സഹോദരൻ പറഞ്ഞ സഹോദരൻ എവിടെയാ കിടന്നുറങ്ങും സഹോദരനെ അറിയത്തില്ല. പോകുന്ന ആകാശപ്പുറം പോലെ എവിടെയും കടത്തിനെ കിടന്നുറങ്ങുന്നു പറഞ്ഞു. അപ്പൊ എനിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കടത്തിനെ കിടക്കുമ്പോ ഒരു 50 പട്ടിയുണ്ടേ, എന്നാലും പ്രാർത്ഥിച്ചിട്ടാ കിടക്കുന്നത്. ദൈവമേ, ഈശോയോട് പ്രാർത്ഥിക്കേണ്ട ദൈവമേ. ഈ രാത്രി കിടക്കുമ്പോ യാതൊരു ആവത്തും. അപ്പൊ ഏതായാലും യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ. അതേ ഉള്ളൂ. എന്നെ ഹൃദയം കൊണ്ട് മാമോദിസ മുങ്ങിയില്ലെന്നേ ഉള്ളൂ.
സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നുമൊക്കെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ആമേൻ. 3 പ്രാവശ്യം കുഴിച്ചു വരയ്ക്കണം. ദൈവമാതാവേ, ഈ സഹോദരങ്ങള് ഒരു പരിചയമില്ലായിരുന്നു. എന്നെ ഒരുപാട് സഹായിച്ചു. പാവപ്പെട്ടവരെ സഹായിക്കാമെന്ന് പറയും.